കോഴിക്കോട് ബൈപ്പാസിൽ മണ്ണിടിച്ചിലുണ്ടായ ഫ്ളാറ്റ് നിർമ്മാണത്തിനിടെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് മണ്ണിനിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളെ കണ്ടു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മണ്ണ് മാറ്റുന്നതിനിടയിൽ ആളെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ബെൻസൺ ബാബു നമുക്കൊപ്പം അവിടെ നിന്ന് ചേരുന്നുണ്ട്. ബെൻസൺ, ആളെ കണ്ടിരിക്കുന്നു, അപ്പോൾ ഇനി പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ശ്രമങ്ങളല്ലേ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്? അതെ, മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ മേഖലയിൽ നിന്നും മണ്ണ് മാറ്റിയപ്പോൾ ഇത്തരത്തിൽ ആളെ കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ മറ്റ് യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണ് മാറ്റിയതിന് ശേഷം അദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആംബുലൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്ട്രെച്ചറിൽ ഉടനടി തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനായിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുക. ഫയർഫോഴ്സിൻ്റെയും മറ്റ് സന്നദ്ധ സേനാംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ ആ തിരച്ചിൽ തുടരുന്നത്. കൂടുതൽ കൂടി മണ്ണ് മാറ്റാനുണ്ട്. അത് മറ്റ് മൺവെട്ടിയെല്ലാം ഉപയോഗിച്ച് മണ്ണ് മാറ്റിയതിന് ശേഷം അദ്ദേഹത്തെ പൂർണ്ണമായും പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം 1.5 മണിക്കൂറിലധികമായി അദ്ദേഹം ഇത്തരത്തിൽ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിനിടയിലും മണ്ണിടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് നമ്മൾ നേരിൽ കണ്ടതാണ്. മണ്ണിടിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ അപകടകരമായ സാഹചര്യത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. 3 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അതിൽ 2 തൊഴിലാളികൾ മണ്ണിടിയുന്നത് കണ്ടപ്പോൾ തന്നെ അവർക്ക് ഓടി മാറാനും രക്ഷപ്പെടാനും സാധിച്ചു. എന്നാൽ ഒരാൾ നിർഭാഗ്യവശാൽ കുടുങ്ങുകയായിരുന്നു. അദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ 1.5 മണിക്കൂറിലധികമായി ഇവിടെ തുടർന്ന് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ JCB ഉപയോഗിച്ച് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്നതിനിടയിലാണ് ആളെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ അല്പ മണ്ണും കൂടി മാറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ പൂർണ്ണമായും പുറത്തെടുക്കാനും ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനും സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴും തുടരുന്നത്. ഫയർഫോഴ്സിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് സന്നദ്ധ സേനാംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് ഈ തിരച്ചിൽ തുടരുന്നത്. കൂടുതൽ മണ്ണ് മാറ്റേണ്ടതുണ്ട്. കാരണം രക്ഷാപ്രവർത്തനത്തിനിടയിലും കൂടുതൽ മണ്ണ് സമീപത്തേക്ക് വന്ന് അടിഞ്ഞിരുന്നു. വലിയ മൺകട്ടകളായിട്ടായിരുന്നു വന്ന് അടിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനാലാണ് ഈ JCBയുടെ അല്ലെങ്കിൽ മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ ഒരു സഹായം തേടേണ്ടി വന്നത്. അതിനുശേഷം ഇത്തരത്തിൽ വലിയ മൺകട്ടകൾ മൺവെട്ടി ഉപയോഗിച്ച് വെട്ടി മാറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ മണ്ണുകൾ പൂർണ്ണമായും മാറ്റിയതിന് ശേഷം അദ്ദേഹത്തെ പൂർണ്ണമായും പുറത്തേക്കെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. അടിയന്തര ചികിത്സ നൽകുക എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ളത്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോഴും തുടരുന്നത്. അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഫയർഫോഴ്സിൻ്റെ സംഘാംഗങ്ങൾ, അവിടെ രക്ഷാപ്രവർത്തന നേതൃത്വം നൽകുന്ന ആളുകൾ പറഞ്ഞത്. JCB സമീപത്ത് നിന്ന് മാറ്റുകയും അവിടേക്ക് സ്ട്രക്ചർ എത്തിക്കുകയുമാണ് ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ പൂർണ്ണമായും പുറത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റും. അതിനുള്ള നടപടികൾ ആരംഭിക്കുന്നു. മണ്ണ് പൂർണ്ണമായും മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ ആളെ കണ്ട സമീപത്തേക്ക് എത്തുന്നുണ്ട്. സ്ട്രക്ചറുമായും സന്നദ്ധ സേനാ പ്രവർത്തകർ സമീപത്തേക്ക് എത്തുന്നു. അദ്ദേഹത്തെ പുറത്തേക്ക് എടുക്കുക, ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ളത്. ഇത്തരത്തിൽ ആളെ പൂർണ്ണമായും പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു. അതിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉണ്ടായിരുന്ന കമ്പികളും അതോടൊപ്പം തന്നെ മറ്റ് ഉപകരണങ്ങളും അല്ലെങ്കിൽ മറ്റ് യന്ത്രങ്ങളും ഉൾപ്പെടെ ഇതിനുള്ളിൽ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവയും മാറ്റി ഈ മണ്ണും കല്ലും അടക്കം മാറ്റിയതിന് ശേഷമേ അദ്ദേഹത്തെ പൂർണ്ണമായും പുറത്തേക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാലാണ് ആളെ കണ്ടതിന് ശേഷവും ഈ ഒരു ഡിലേ, കാലതാമസം വരുന്നത്. അദ്ദേഹത്തെ അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തേക്കെടുക്കാൻ സാധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.